ബൈനൽ ളുഹ്രി വൽ അസ്രി ദുആ മഖ്ബൂലാകും എന്നാണ്. ഏതൊരു ബുധനാഴ്ചയും ളുഹ്റിൻ്റെയും അസ്റിൻ്റെയും ഇടയിൽ ദുആ മഖ്ബൂലാകുമെന്ന് ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. ഇത് സഫറിലെ അവസാനത്തെ ബുധനാഴ്ചയാണ്. ദഫഉൽ മളറാത്തിനും ദഫഉ ശുറൂറിനും ദുആ ചെയ്യാൻ പറ്റിയ ഒരു സന്ദർഭമാണ്. മാത്രവുമല്ല, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വന്ന് മദീനയിൽ പ്രവേശിച്ചതിന് ശേഷം ആദ്യം രോഗബാധിതനാവുന്നത് ഇന്നത്തെ ദിവസമാണ്. ഇന്നാണ് ഹബീബിന് പനി തുടങ്ങുന്നത്. ആ പനി പിന്നെ അവസാനിച്ചില്ല. ആ പനി അതുകൊണ്ടാണ് അവസാനത്തെ ബുധനാഴ്ചയെ ഭയപ്പെടണം എന്ന് പറയുന്നത്. വേറെയും കാരണങ്ങളുണ്ട്. വേറെയും ചില അംബിയാഇന്റെ ഖൗമിന് ഒടുക്കത്തെ ബുധനാഴ്ചയുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്. അത് എല്ലാ മാസത്തെയും ഒടുക്കത്തെ ബുധനാഴ്ചയുമായി ബന്ധപ്പെട്ട് ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. ഞാൻ ചില എന്ന് പറയുന്നത് നിങ്ങൾ മുന്നിലായതുകൊണ്ടാണ്. എന്തുകൊണ്ട്? ദോഷ എതിർക്കുകളും ഉണ്ടാവും. അതങ്ങനെയല്ലല്ലോ. ഇന്നടുത്ത് പറഞ്ഞ ഏതെങ്കിലും ഒരു ഈച്ചക്കാത്തി എഴുതിയാൽ പിന്നെ ഇവ പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ അങ്ങനെ ഒരു കാലമാണ്, ഒരു പ്രത്യേകമായൊരു കാലമാണ്. എന്ത് പറഞ്ഞാലും ഞഞ്ഞാ പിന്നാന്ന് പറയാൻ രണ്ടാളെങ്കിലും ഉണ്ടാവും. അങ്ങനെ ഒരു കാലമാണ്. അപ്പൊ ഇടപെടലൊക്കെ പരമാവധി ചുരുക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ പിടിച്ച മുയലിന് 3 ചെവി എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. സത്യത്തിൽ അയാൾക്ക് അങ്ങനെ പറയാം. സാധു മുയലൊരു സാധുവായ ജീവിയാണ്. അതിന് ഇനി ഒരു ചെവിയും കൂടി ഏറ്റാൻ കഴിയൂല എന്ന് ഇയാൾ മനസ്സിലാക്കൂല. അതിൽ പോത്തിനാണെങ്കിൽ തിരക്കടില്ല. പോത്തിന് 3 ചെവിയും 10 ചെവിയാവാം. മുയലിന് കഴിയൂല. മുയൽ വളരെ സാധുവായ ജീവിയാണ്. മാത്രമല്ല 2 ചെവി കഴിഞ്ഞാൽ പിന്നെ മുയലിന്റെ ശരീരത്തിൽ പിന്നെ ഒന്നുമില്ല. ആകെയുള്ളത് 2 ചെവിയാണ്. അപ്പൊ ഈ സാധു ജീവിക്ക് ഇനി ഒരു ചെവി ഏറ്റാൻ കഴിയൂല എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം. അതുകൊണ്ട് ആണ് ഞാൻ നിങ്ങളെ മുന്നിൽ പറയുമ്പോൾ ചില എന്ന് പറയുന്നത്. അതുകൊണ്ട് മുജബ് ജുസി അല്ലേ? മുജബ് ജുസി 1 കൊണ്ടും സാധിക്കാവുമല്ലോ, 99 കൊണ്ടും സാധിക്കും. അപ്പൊ അതങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ദിവസം പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് സഫറിൽ അവസാനത്തെ ബുധനാഴ്ചയാകുമ്പോൾ അത് പ്രധാനമാണെന്ന് ആയിരക്കണക്കായ മുത്തസവിഫീങ്ങളായ ഇമാമിങ്ങൾ, ആയിരക്കണക്കായ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖാദിരിയത്തിൽ ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. ദഫഉൽ മളറാത്തിന് ഖാദിരിയത്തിന്റെ മശായിഖന്മാരൊക്കെ ദുആ ചെയ്യാൻ ഏൽപ്പിച്ച അനവധി ഇബാറത്തുകൾ ഖാദിരിയത്തിന്റെ കിതാബുകളിൽ കാണാം. റിഫായിയത്തിലും അങ്ങനെ തന്നെയാണ്, ഷാദുലിയത്തിലും അങ്ങനെയാണ്, എല്ലായിടത്തും അങ്ങനെയാണ്. എല്ലാ ത്വരീഖത്ത് അഹ്ലുൽ ഹഖായ ഹഖിന്റെ അഹ്ലുകാരായ ത്വരീഖത്തുകാർക്കും ഇന്നത്തെ ദിവസം എന്നാൽ അതൊരു ദഫഉൽ മളറാത്തിന് പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. അല്ലാഹു തആല നമ്മെ സ്വീകരിക്കട്ടെ. അത് നമുക്ക് സൗകര്യം പെടുമെങ്കിൽ ദഫഉൽ മളറാത്തിന് വേണ്ടി ഒരു ദുആ ചെയ്യണം ലാസ്റ്റ്. ഏതായാലും മുസ്തഫ നബിക്ക് പനി പിടിച്ച ദിവസമാണ്. ഹബീബിന്റെ ആശിഖീങ്ങളാകാൻ വേണ്ടി ഹബീബിന്റെ മേലുള്ള ആ ഒരു വേദന, അതാണല്ലോ സത്യത്തിൽ ദീന്. ഹബീബിനെ കാണാൻ കഴിയാതിരുന്നതിലുള്ള വേദന. അപ്പൊ നമ്മൾ അതിൻ്റെ ആളുകളാണ്, ആശിഖീങ്ങളാണ്. അല്ലാഹു നമ്മളാക്കി തരട്ടെ. മുസ്തഫ നബിക്ക് ഒരു ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈനു ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മൾ ചൊല്ലിയ ബഹുമാനപ്പെട്ട ഫാത്തിഹ അല്ലാഹു നമ്മിൽ മഖ്ബൂലാക്കി മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ പരിശുദ്ധ ഹളറത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് കൊടുക്കട്ടെ. ഹബീബിന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു വസീലത്തും ഫളീലത്തും നൽകട്ടെ. ആ സ്ഥാനത്തേക്ക്, ആ മഖാമ മഹ്മൂദിലേക്ക് ഹബീബായ നബി ആരൂഢനാകുന്ന ദിവസം അത് സ്വർഗീയമായ അനുഗ്രഹങ്ങൾ അനുഭവിച്ച് കണ്ടു നിൽക്കാനുള്ള തൗഫീഖും അല്ലാഹു നമുക്ക് നൽകട്ടെ. നമ്മുടെ കാര്യം കൊണ്ട് അല്ലാഹു നമ്മുടെ മേൽ വിധി പറയാതിരിക്കട്ടെ. നമ്മുടെ കാര്യം കൊണ്ട് അല്ലാഹു നമ്മുടെ മേൽ വിധി പറയാതിരിക്കട്ടെ. നമ്മുടെ കാര്യമെല്ലാം വളരെ പരാജയമാണ്. നമ്മൾ വളരെ കൻസൂറായ ആളുകളാണ്. അമലും വളരെ മോശപ്പെട്ടതാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അഹ്ലായത് അഫ്വിനാണ്. അവൻ അഹ്ലായ അഫ്വ് കൊണ്ടും റഹ്മത്ത് കൊണ്ടും മഗ്ഫിറത്ത് കൊണ്ടും നമ്മുടെ മേൽ വിധി പറയട്ടെ. അല്ലാഹു നമ്മൾ അഹ്ലായ അദാബിനും അല്ലാഹുവിനെ തൊട്ടുള്ള ബുഅദിനും
കൊണ്ടും അള്ളാഹു നമ്മുടെ മേൽ വിധി പറയാതിരിക്കട്ടെ. അള്ളാഹു അള്ളാഹിന്റെ ഹബീബിന്റെ ആശയങ്ങളിൽ നമ്മളെ ചേർത്ത് തരട്ടെ. ഹബീബിനെ പറ്റി പറയുന്ന ചുണ്ടും ഹബീബിനെ ഓർത്ത് തപിക്കുന്ന ഫമാലി ഐനൈക ഇൻ ഖുൽത ഫഫാഹമത വമാലി ഖൽബിക ഇൻ ഖുൽത സ്തഫിഖ യഹിമി. എത്രയാണ് കണ്ണേ ഞാൻ നിന്നോട് പറഞ്ഞത്, നീ ഒന്നൊലിക്കല്ലേ. എത്രയാണ് ഹൃദയമേ ഞാൻ നിന്നോട് പറഞ്ഞത്, നീ ഒന്ന് തപിക്കല്ലേ. എന്നിട്ടും കണ്ണേ നീ ഒഴുകുകയല്ലേ, എന്നിട്ടും ഹൃദയമേ നീ തപിക്കുകയല്ലേ എന്ന് ചോദിക്കുന്ന സയ്യിദുൽ ഉഷാഖ് അബൂ അബ്ദില്ലാഹ് മുഹമ്മദ് ബിൻ സഈദ് അൽ ബൂസീരി റളിയല്ലാഹു അൻഹുവിന്റെ ദറജ അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. ആ ഇഷ്ഖ് അല്ലാഹു നമ്മുടെ ഖൽബിൽ നിറച്ചു തരട്ടെ. ഫഇന്ന ലീ ദിമ്മതൻ മിൻഹു ബിതസ്മിയതി മുഹമ്മദൻ വഹുവ ഔഫൽ ഖൽഖ് ബിദ്ദിമമി ഇല്ലം യകുൻ ഫീ മആദി ആഖിറൻ ബിയദി ഫളൻ വഇല്ലാ ഫഖുൽ യാ സല്ലക്കൽ ഖദം എന്ന് പറയപ്പെടുന്ന ആ അതിന്റെ രാജ്യങ്ങളിൽ അള്ളാഹു നമ്മളെയും ചേർത്ത് തരട്ടെ. അവിടുത്തെ അഷറഫാക്കപ്പെട്ട കൈ കൊണ്ട് നമ്മളെയും പിടിക്കട്ടെ. സിറാത്ത് പാലത്തിൽ അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈ കൊണ്ട് അവിടുന്ന് നമ്മളെയും പിടിച്ചു തരട്ടെ. അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈ കൊണ്ട് അവിടുന്ന് നമ്മളെ പിടിച്ചു തരട്ടെ. അള്ളാഹുവേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ റബ്ബേ. അള്ളാഹു ഏതൊക്കെ ഇവിടെ തീരാൻ പോവുകയാണ്. പുതിയ ഒരു തലമുറ വരികയാണ്. ആ പുതിയ തലമുറക്ക് പ്രസ്ഥാനങ്ങളില്ല, ബന്ധങ്ങളില്ല, നേതൃത്വമില്ല, നിലപാടുകളില്ല, പ്രതിബദ്ധതകളില്ല. അങ്ങനത്തെ ഒരു സമൂഹം വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ആ കൂട്ടത്തിൽ ഞങ്ങൾ അഹ്ലി ഇയാൽ പെട്ടുപോകരുതേ പഠിച്ചവനെ. ഞങ്ങളൊരു കുട്ടി ഏറ്റവും വലിയ ആപത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൊന്നെ പോലെ ഞങ്ങൾ സംരക്ഷിക്കുന്ന ഞങ്ങളുടെ ഒരു പൊന്നുമോനോ പൊന്നുമോളോ അല്ലാഹുവേ നിനക്കെതിരാവുന്നത് നീ കാത്തിരക്ഷിക്കണമേ റബ്ബേ. നിന്റെ ഹബീബിനെ ആദരിക്കുന്ന പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നതിനെ തൊട്ട് അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണമേ റബ്ബേ. അഭിമാനത്തോടെ ബിമാലിഹി വ അഹ്ലിഹി മുത്തനബിയുടെ കൗസറിനരികിലേക്ക് പാഞ്ഞു വരാനും റയ്ഹാനത്തു റസൂലായ സയ്യിദ്നാ ഹസൻ ഇബ്നു അലി വ ഹുസൈൻ ഇബ്നു അലി, ലോകത്തെ മൽഹറുൽ അജായിബും മുൽഹിറുൽ അജായിബുമായ സയ്യിദ്നാ അലി, മഹാനായ ഫാത്തിമത്ത് സഹ്റ, ഇവരുടെ കസാവിധത്തിലും മഹാനായ സിദ്ദീഖുൽ അക്ബർ സയ്യിദ്നാ ഫാറൂഖ്, സയ്യിദ്നാ ഉസ്മാൻ, അവരുടെയൊക്കെ നേതൃത്വത്തിലും ഹബീബ് ഇങ്ങനെ മുക്കി കൊടുക്കുമ്പോൾ അള്ളാഹു നമുക്കും തരട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. മുഅ്മിനീങ്ങളെ, മൊബൈൽ കുറച്ച് നേരത്തേക്ക് ഓഫ് ചെയ്താൽ നന്നാവും എന്ന് ഞാൻ വളരെ താഴ്മയോടെ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേലി സമൂഹത്തെ ആക്ഷേപിക്കുകയാണ് ഫാത്തിഹയിൽ. ഫാത്തിഹ എന്നാൽ അത് കൻസുൽ ഖുർആനാണ് ഫാത്തിഹ. അത് ഉമ്മുൽ ഖുർആനുമാണ് ഫാത്തിഹ. അത് സിറുൽ ഖുർആനുമാണ് ഫാത്തിഹ. അത് റഈസുൽ ഖുർആനുമാണ് ഫാത്തിഹ. എല്ലാം ഖുർആൻ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന സകല കാര്യങ്ങളും ഉള്ളടങ്ങിയ അല്ലാഹുവിൻ്റെ ആലിയത്തായ 7 വചനങ്ങളാണ് ഫാത്തിഹ. ആ ഫാത്തിഹയാണ് പരിശുദ്ധ ഖുർആനിന്റെ സിർ. ആ സിറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേലി സമൂഹത്തെ ആക്ഷേപിക്കുകയാണ്. എന്താണ് ആക്ഷേപിക്കുന്നത്? അവർ മഗ്ലൂബി അലൈഹിം ആയി, അവർ ളാലിങ്ങളും ആയി. അങ്ങനെ നിങ്ങൾ ആകരുത്. പകരം നിങ്ങൾ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. എന്താണ് പറഞ്ഞത്? ഇത് ചിന്തിക്കണം. ഇത് വളരെ ചിന്തിക്കണം. ഇത് തല കൊടുത്ത് ചിന്തിക്കണം. ഇത് വളരെ തല കൊടുത്ത് ചിന്തിക്കണം. ഇതാണ് പറഞ്ഞത്. വളരെ ചിന്തിക്കണം. ചിന്തിക്കും. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അല്ലാഹുവേ നീ ഞങ്ങളെ നീ നിഅമത്ത് ചെയ്തവരുടെ മാർഗത്തിലാക്കിയണമേ. അവരെ അംഗീകരിച്ചുകൊണ്ടും അവരെ അനുധാവനം ചെയ്തുകൊണ്ടും. പിന്നെ നീ ഞങ്ങളെ ആരാക്കരുത്? മഗ്ലൂബി അലൈഹിം എന്നതിലും ആക്കരുത്, ളാലിങ്ങളിലും ആക്കരുത്. എന്താണ് അതിന്? ഇതിനൊക്കെ 1000 മഅന ഉണ്ടാവും. ഒരു മഅന പറയാൻ പോവാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് അവിടെ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, ഇവിടെ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് എന്ന് പറയരുത്. ഒരു മഅന. എന്തുകൊണ്ട്? ഖുൽ ലൗ കാനൽ ബഹ്റു
മിദാദൻ ലികലിമാതി റബ്ബി ലനഫദൽ ബഹർ. ഇതൊക്കെ ഇതിന്റെ മാനയാണ്. ഒരു മാന പറയാൻ പോവുക. മനസ്സിലായില്ല. എന്തേ പഠിച്ചോനെ ഇവർക്ക് പറ്റിയത്? ആർക്ക്? ഇസ്രായേലികൾക്ക് പഠിച്ചോനെ എന്തേ പറ്റിയത്? അന്തം വിട്ടു. മനസ്സിലായില്ല എന്താ പഠിച്ചോനെ ഇവർക്ക് പറ്റിയത്. അപ്പോൾ പിന്നെ ബയാനുൽ ഫാത്തിഹയിലേക്ക് ഇറങ്ങി. ബയാനുൽ ഫാത്തിഹയാണ് 113 സൂറത്ത്. ആദ്യമായി അൽ ബഖറയിലേക്ക് ഇറങ്ങി. അപ്പോൾ അള്ളാഹു ഉള്ളുകള്ളി പൊളിച്ച്. ആരുടെ? ഇസ്രായേലികളുടെ. അവർക്ക് പറ്റിയ അബദ്ധം അവർക്ക് പറ്റരുതായിരുന്നു. നിങ്ങൾക്കത് ചെയ്തുകൂടായിരുന്നോ എന്ന്. ഇനി ചെയ്തിട്ട് കാര്യമില്ല. ചെയ്യേണ്ട സമയം ചെയ്തില്ല. പരിശുദ്ധ അൽ ബഖറയിൽ അവരുടെ അബദ്ധം അല്ല പറയാണ്. എന്താ പറയുന്നത്? ശ്രദ്ധിക്കാം. യാ ബനീ ഇസ്രായീൽ ഉസ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും എന്ന്. എവിടെ ഇത് പറയുന്നത്? ബഹുമാനപ്പെട്ട അൽ ബഖറ 22. നിർത്തിയോ? ഇല്ല. അൽ ബഖറ പിന്നെ 40. നിർത്തിയോ? ഇല്ല. അൽ ബഖറ 47. നിർത്തിയോ? ഇല്ല. അൽ ബഖറ 122. അല്ലാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. വളരെ ചിന്തിക്കണം. വളരെ ചിന്തിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇവിടെ നിഅമത്ത് എന്ന വാക്കിനെ ഫാത്തിഹയിൽ നമുക്ക് മുന്നിൽ അല്ലാഹു അവതരിപ്പിച്ചു. എന്നിട്ട് ഫാത്തിഹയിൽ അവരിലേക്ക് നിഅമത്തിനെ ചേർത്തതേയില്ല. എന്നിട്ട് അവർ മറന്ന നിഅമത്തിനെ അവർക്ക് അൽ ബഖറയിൽ ഓർമ്മപ്പെടുത്തി. വളരെ ചിന്തിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ അനുധാവനം ചെയ്യേണ്ടവർ എന്ന നിലയിൽ നമുക്ക് അല്ലാഹു നിഅമത്തിനെ പറഞ്ഞു തന്നു. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. അവർക്ക് അല്ലാഹു തആല ളാലിൻ എന്നും പറഞ്ഞു, മഗ്ദൂബി അലൈഹിം എന്നും പറഞ്ഞു. അവരുടെ വിശദീകരണം പറഞ്ഞിടത്ത് നിഅമത്ത് എന്ന പദം പറഞ്ഞതേയില്ല. പക്ഷേ അവരുടെ ദമ്മിൽ നിഅമത്തിനെ കൊണ്ടുവന്നു, നമ്മുടെ മദ്ഹിൽ നിഅമത്തിനെ കൊണ്ടുവന്നു. യാ ബനീ ഇസ്രായീൽ ഉസ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും. ഇസ്രായേലികളെ, നിങ്ങൾക്ക് എന്റെ നിഅമത്ത് ഓർത്തുകൂടായിരുന്നോ? ഇനി ഓർത്തിട്ട് കാര്യമില്ല. ഇനി നിങ്ങൾക്ക് വാതിലടച്ചു. ഇസ്രായേലികളുടെ വാതിലടച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെന്തേ? ഇത് ഹൽ വജത്തും മാ വഅദ റബ്ബുക്കും ഹഖ്ഖാ എന്ന പോലത്തെ വർത്താനാണ്. തിരിഞ്ഞിട്ടില്ല. ഇന്ന് ഇസ്രായേലികൾ, ഈ ആയത്തിറങ്ങുന്ന കാലത്ത് ഇസ്രായേലികൾ അവരുടെ നിഅമത്തിനെ അവലംബിച്ചിട്ട് കാര്യമില്ല. എന്തുകൊണ്ട്? അവരുടെ നിഅമത്ത് വാതിലടച്ചിട്ടാണ് പുതിയ ആൾ വന്നിട്ടുള്ളത്. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. നിങ്ങൾ നല്ലോണം ചിന്തിക്കണം. ഈ ആയത്ത് യാ ബനീ ഇസ്രായീൽ ഉസ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും എന്ന ആയത്തിറങ്ങുന്ന കാലത്ത് ഇസ്രായേലികൾ താങ്കളുടെ നിഅമത്തിലേക്ക് തിരിച്ചു പോയിട്ട് കാര്യമില്ല. എന്തുകൊണ്ട്? ആ നിഅമത്തിന്റെ വാതിൽ അടഞ്ഞിട്ടുണ്ട്. ഇതേതുപോലെയാണ് കലീബിലേക്ക് വലിച്ചിട്ട അബൂജഹലിനോടും ഉത്ബയോടും പറഞ്ഞില്ലേ, ഹൽ വജത്തും മാ വഅദ റബ്ബുക്കും ഹഖ്ഖാ, ഒന്ന് ഓർത്തുകൂടായിരുന്നോ എന്നതുപോലെയാണ് ഈ പറഞ്ഞത്. ഇതൊരു സ്ഥലത്തല്ല. അർ-റഹ്മാൻ സൂറത്തിൽ ഫബിഅയ്യി ആലായി പറയും പോലെയാണ് അൽ ബഖറയിൽ യാ ബനീ ഇസ്രായീൽ ഉസ്കുറൂ, ഇസ്രായേലികളെ നിങ്ങൾക്ക് ഓർത്തുകൂടായിരുന്നോ? നിങ്ങൾക്ക് ഞാൻ ചെയ്ത നിഅമത്തിനെ ഓർത്തുകൂടായിരുന്നോ? ചിന്തിക്ക്. അല്ലാഹു തൗഫീഖ് തരട്ടെ. മനസ്സ് തുറക്കും. മെല്ലൊന്നും ആമീൻ പറഞ്ഞാൽ മതിയാവില്ല. ഇപ്പം നിങ്ങളെല്ലാവരും ഉസ്താദന്മാരാണെങ്കിലും എൻ്റെ മുന്നിൽ ഉസ്താദന്മാരല്ല. കുറച്ച് നേരം അഫ്വാൻ, പിന്നെ ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് അത് ദർജ വിട്ടു തരുകയും ചെയ്യും. എന്നിട്ട് ഞങ്ങളെ മുന്നിൽ വളരെ കുട്ടിയായിരിക്കും. ഇപ്പം ഞാൻ നിങ്ങളെ മുന്നിൽ ആമിറായ ആളാണ്. ഇപ്പോൾ ഖദമി അലാ റഖബാത്തിൽ ഔലിയ എന്ന് പറഞ്ഞ ഒന്നുമില്ലട്ടാ, അങ്ങനെ പറയാ. അല്ലാതെ ഉസ്താദ് ശിഷ്യന്മാരെ പേടിച്ചാലും ഒന്നും നടക്കൂല. ചിന്തിക്ക്. എന്നാൽ ഞാൻ ഈ പറഞ്ഞ സത്യമാണ്.
ഇതിനൊന്നും മറുപടി പറയാൻ ഒരാൺകുട്ടി ഇന്ന് ഭൂമിയിൽ ജനിച്ചിട്ടില്ല, നടക്കൂല. ഇതിന് മറുപടി പറയാൻ ഒരാൺകുട്ടിക്ക് നടക്കൂല, ഒരു നിലക്കും നടക്കൂല. ഒരു വഹാബിക്കും ഇതിന് മറുപടി പറയാൻ കഴിയൂല, നടക്കൂല. എന്താ അല്ലാഹ് പറയുന്നത്? അല്ലാഹ് പറയുന്നു, യാ ബനീ ഇസ്രാഈൽ ഉദ്കുറൂ, നിങ്ങൾക്ക് ഓർത്തൂടായിരുന്നോ, നിങ്ങൾക്ക് ഓർത്തൂടായിരുന്നോ, നിങ്ങൾക്ക് ഓർത്തൂടായിരുന്നോ. എന്തിനെ? നിങ്ങൾക്ക് തന്ന നിഅമത്തിനെ ഓർത്തൂടായിരുന്നോ? ഓർക്കണമെങ്കിൽ പറയണം. ചിന്തിക്കണം. ഒന്നിരിക്കൽ മർഅയിലാകണം, അല്ലെങ്കിൽ മസ്മയിലാകണം. മർഅയിൽ നിന്നുള്ളത് ഓർക്കും, അല്ലെങ്കിൽ മസ്മയിൽ നിന്നുള്ളതും ഓർക്കും. മർഅയിൽ നിന്നും മസ്മയിൽ നിന്ന് ചിലപ്പോൾ മർഅയിൽ നിന്ന് കിട്ടും അഖ്ൽ സ്വീകരിക്കും. എന്നിട്ട് അത് അഖ്ൽ സുവറാക്കി ഇങ്ങനെ വെക്കും. എന്നിട്ട് അത് നാവ് ഇങ്ങനെ പറയും. എന്തുകൊണ്ട്? പറയല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നടഞ്ഞാൽ ഇവിടെ ഇങ്ങനെ തള്ളും, തള്ളലാണ് പറയല്. എന്റെ ഹൃദയമേ നീ തപം കൊള്ളുന്നത്, തപം കൊള്ളിയാൽ പുറത്തേക്ക് ആടും. ചാടലാണ് എന്ത്? അമിൻകുരിജി, ഇത് കവിച്ചാൽ തള്ളും. ഇവിടെ സാധനം പുറത്തു കണ്ടെങ്കിൽ ഇത് തള്ളും. അപ്പോൾ എന്താ അർത്ഥം? ദിക്റുണ്ടാകണമെങ്കിൽ പറയണം, പറച്ചിലുണ്ടാകണമെങ്കിൽ ദിക്റുണ്ടാകണം. എന്താ അല്ലാഹു ചെയ്തു നിഅമത്ത്? ഇതെവിടെയാ ഓർത്ത്? ഒന്ന് അൽ ബഖറ പറയാൻ കാരണം എന്താ? അവരെ സൂറത്താണല്ലോ അൽ ബഖറ, അവരെ സൂറത്താണ് അൽ ബഖറ. അൽ ബഖറ എന്നിട്ട് തന്നെ അവരുടെ നബിയായ സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട് ഇസ്രായേലികൾ നടത്തിയ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് എന്ത് പറയുന്നത്? അൽ ബഖറ. മനസ്സിലായില്ലേ പറഞ്ഞത്? അൽ ബഖറ ആരുടെ സൂറത്താണ്? ഇസ്രായേലികളുടെ സൂറത്താണ് അൽ ബഖറ. അപ്പോൾ അതെന്നെ പറയാം, യാ ബനീ ഇസ്രായേൽ ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും എന്ന്. അൽ ബഖറ 22, അൽ ബഖറ 40, അൽ ബഖറ 47. 40 ഓതിയിട്ട് നാവിലെ വെള്ളം പറ്റൂല. അപ്പൊ ഇതിന് പിന്നെ 47 പിന്നെയും വരും. എന്ത്? യാ ബനീ ഇസ്രായേൽ ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. അല്ലാഹു യാ നാഫിയായ ഇൽമിനെ തരട്ടെ. എന്താണ് അപ്പൊ ചോദ്യം? ഖാസിമി, നിങ്ങൾ എന്തായി പറയുന്നത്? അല്ലാഹു ചെയ്ത നിഅമത്ത് അമ്പിയാക്കളെ ഓർക്കലാണ് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയത്? അല്ലാഹു അവർക്ക് ചെയ്ത ഏറ്റവും വലിയ നിഅമത്ത് അമ്പിയാക്കളായിരുന്നു. ആർക്ക്? ഇസ്രായേലികൾക്ക്. അല്ലാഹു ഇസ്രായേലികൾക്ക് ചെയ്ത ഏറ്റവും വലിയ നിഅമത്ത് അമ്പിയാക്കളാണ്. അപ്പോൾ അമ്പിയാക്കളെ ഓർക്കാനാണ് പറയുന്നത്. ഓർക്കണമെങ്കിൽ പറയണം. മറയിൽ കുറച്ചാളുകളെ ഉള്ളൂ. BC 13-ാം നൂറ്റാണ്ടിലാണ് മൂസ വരുന്നത് അലൈഹിസ്സലാം. BC 7-ാം നൂറ്റാണ്ടിലാണ് ആയത്തിറങ്ങുന്നത്. അപ്പോൾ മൂസായും അലൈഹിസ്സലാം ആയത്തിറങ്ങുന്ന കാലവും തമ്മിൽ 2000 കൊല്ലത്തെ വ്യത്യാസമുണ്ട്. ഇത് സംബോധിതർ കണ്ടവരല്ല. പിന്നെ അവർക്ക് എന്തേ ചെയ്യാൻ പറ്റൂ? നിങ്ങൾ എന്റെ കൂടെ ഇല്ലല്ലോ പഠിച്ചോനെ, മനസ്സിലായില്ല. ഈ മൂസ മരിക്കുന്നത് BC 13-ാം നൂറ്റാണ്ടിലാണ്. മുത്തേബിക്ക് ആയത്തിറങ്ങുന്നത് 7-7-ാം നൂറ്റാണ്ടിലാണ്. ഇത് തമ്മിലുള്ള അകലം 2000 കൊല്ല. അപ്പോൾ അവർക്ക് ഓർക്കാൻ പറഞ്ഞു. ഓർക്കാൻ കണ്ടവര്. അവർക്ക് ഏറ്റവും വലിയ നിഅമത്ത് എന്താ? അമ്പിയാക്കൾ. അതിനാണ് മറുപടി അറിയാം. അതെവിടുന്ന മൂല്യം നിങ്ങൾ മനസ്സിലാക്കിയത്? മാഇദയിൽ പച്ച പൊളിച്ചത് പറഞ്ഞു. പച്ചയായിട്ട് പൊളിച്ചത് പറഞ്ഞു. ഈ 4 ആയത്തിനെയും മാഇദയിൽ പൊളിച്ചാണ് ശരിയാക്കി. പച്ചയായിട്ട് പൊളിച്ചത് പറഞ്ഞു. അതുകൊണ്ട് ചിന്തിക്കണം. മാഇദയിൽ സൂറത്ത് മാഇദ 20-ാമത്തെ ആയത്ത്.
وإذ قال موسى لقومه يا قوم اذكروا نعمة الله عليكم إذ جعل فيكم أنبياء. സൂറത്തുൽ മാഇദ 20-ാമത്തെ ആയത്ത്. അപ്പോൾ അൽ ബഖറയിലെ മുബഹമാക്കി പറഞ്ഞ നിഅമത്തിന്റെ ബയാനാണ് മാഇദയിലെ 20-ാമത്തെ ആയത്ത്. എന്താണ് അല്ലാഹു നിങ്ങൾക്ക് തന്നത്? وإذ قال موسى لقومه يا قوم اذكروا نعمة الله عليكم إذ جعل فيكم أنبياء. അല്ലാഹു നിങ്ങൾക്ക് ചെയ്ത നിഅമത്ത് അമ്പിയാക്കർത്ത. ശരി, മടങ്ങിക്കാളെ അൽ ബഖറയിലേക്ക്. ഇനി മാന വെക്ക്. എന്ത് നീ ബേജാറാവണ്ടില്ലല്ലോ. ഖുർആന് ലൈഫാക്കുന്ന മെഷീൻ ഇറങ്ങിയിട്ടില്ലല്ലോ. മനസ്സിലായില്ല? ഇനിയിപ്പോൾ സെലഫികൾക്ക് കുറച്ച് പണി ഉണ്ടാവും. ഇനിയിപ്പോൾ ഒറ്റ പരിഹാരമേ ഉള്ളൂ. എന്ത്? ഒരു പുതിയ മെഷീൻ കൊണ്ടുവരാ. എന്ത് പറയാ? എന്ത്? അതൊക്കെ ഇവിടെ ഇറങ്ങും. അത് ഇറങ്ങും. ആ അള്ളാഹുവിനെ വരെ ലൈഫാക്കുന്ന മെഷീൻ ഇറങ്ങിക്കഴിഞ്ഞു അവരുടെ കോളേജിൽ നിന്ന്. ഇനിയിപ്പോൾ എത്തിറങ്ങും ലൈഫാക്കുന്ന മെഷീന് വലുതാ ബുദ്ധിമുട്ട്. എടവണ്ണ ജാമിയ നദ്വിയയിൽ നിന്ന് ഇറങ്ങിയ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ അള്ളാഹിനെ ലൈഫാക്കണം. ഇനി ആയത്ത് ദായിഫാക്കാൻ വലിയ ദൂരമൊന്നും ഉണ്ടാവില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ചിന്തിക്കണം. وإذ قال موسى لقومه يا قوم اذكروا نعمة الله عليكم إذ جعل فيكم أنبياء. എന്റെ ഖൗമേ, നിങ്ങൾക്ക് അള്ളാഹു ചെയ്ത നിഅമത്ത് നിങ്ങൾ ഓർക്കണം. എന്താണ് അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത നിഅമത്ത്? ഇത് ജഅല ഫീക്കും അംബിയാ, നിങ്ങൾക്ക് അംബിയാക്കളെ തന്നു എന്നതാണ് നിഅമത്ത്. മാഇദ 20. ശരി ശരി, മടങ്ങിക്കളി അൽ ബഖറയിലേക്ക്. നോക്കി യാ ബനി ഇസ്രായീൽ ഉസ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും. ഇസ്രായേലികളെ, നിങ്ങൾക്ക് ഞാൻ ധാരാളം നബിമാരെ തന്നിരുന്നു. അവരെ നിങ്ങൾ മഹോന്നതമായി അവരെ മഹത്വവൽക്കരിച്ച് പറഞ്ഞുകൂടായിരുന്നോ? കേട്ടൂടായിരുന്നോ? നിങ്ങൾ നശിക്കൂലായിരുന്നല്ലോ. അത് നിങ്ങൾ ചിന്തിച്ചില്ല. എന്റെ ഒളവ് വന്നു മൗലൂബിയാലെയും നിങ്ങൾ പഴച്ചുള്ളേൻ. അത് നിങ്ങൾ ചെയ്യരുത്. മൗലിദ് ഓടിക്കോളി. സിറാത്തല്ലദീന അൻഅംത അലൈഹിം. അല്ലാഹു അക്ബർ. എന്റെ വേജറാണ് അല്ലാന്ന് പറയാനുള്ള ആണുങ്ങളെനിക്ക് കാണാനാ. മൂല്യമാർക്ക് ലേശ അസതറും ഒക്കെ എനിക്കറിയാം. ഇത് വ്യക്തമായ വ്യാഖ്യാന. ഇതൊക്കെ കൃത്യ. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അള്ളാഹു ഉറക്കപ്പറ. അള്ളാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. അള്ളാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ഒരു മായന സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞാൽ സ്വന്തം നബിയെ സദാസമയവും ഓർക്കുന്നവരും പറയുന്നവരും. പിന്നെ ആ നബിയുടെ അതുവഴി ആ നബിയുടെ ഇഖ്വാനായ അംബിയാഇനെയും അവരെ ഓർത്താലല്ലേ ഇത്തിബാ ചെയ്യാൻ പറ്റൂ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഒരു ഇത്തിബാ ചെയ്താലല്ലേ ഹിദായത്ത് കിട്ടൂ. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഒരാളെ അറിയാതെ ഇത്തിബാ ചെയ്യാൻ കഴിയില്ല. ഇത്തിബാ ചെയ്യണമെങ്കിൽ അളമത്തോടു കൂടി പറയണം. എന്നിട്ട് നമ്മുടെ മനസ്സിൽ അവർക്ക് ഒരു പ്രത്യേക സ്ഥാനം ഉണ്ടാവണം. അപ്പോഴേ ഇത്തിബാ ചെയ്യാം. വളരെ ചിന്തിക്കണം. അപ്പൊ ഇവിടെ മയന എന്തായിന്നറിയോ? ഇസ്രായേലികൾ നല്ലതുകൊണ്ട് അവരുടെ അംബിയാഇനെ പറഞ്ഞില്ല. ചിലർ തീരെ പറഞ്ഞില്ല. ചിലർ പറ നല്ലതുകൊണ്ട് പറഞ്ഞില്ലേ? ചിലർ പറഞ്ഞു, മോശപ്പെടുത്തി പറഞ്ഞു. അതെവിടെ ഞാൻ മൂല്യത തെളിവ്? അൽ ബഖറ 102. ما تتلو الشياطين على ملك سليمان وما كفر سليمان ولكن الشياطين كفروا يعلمون الناس السحر وما أنزل على الملكين ببابل هاروت وماروت. سبحان الله. ഇസ്രായേലികളാക്കിയ ഒരാൾ സയ്യിദ്ന ദാവൂദും സയ്യിദ്ന സുലൈമാനുമാണ് അലൈഹിം അസ്സലാത്തു വസ്സലാം. അവരുടെ കാലഘട്ടം, ഇസ്രായേലികൾക്കൊരു സുവർണ കാലഘട്ടം ചരിത്രത്തിലുണ്ടെങ്കിൽ BC 998 മുതൽ BC 923 വരെയുള്ള കാലഘട്ടമാണ്. BC 998
BC 958 വരെ നബിയുല്ലാഹി ദാവൂദി കാലഘട്ടം. BC 958 മുതൽ BC 923 വരെ സുലൈമാനി കാലഘട്ടം. 40, 35, 75. ശ്രദ്ധിക്കണം. മനസ്സിലാണ്ടോ പറഞ്ഞത്? ചിന്തിക്ക്. BC 998 മുതൽ BC 958 വരെയാണ് നബിയുല്ലാഹി ദാവൂദ്. മനസ്സിലാണ്ടോ പറഞ്ഞത്? ചിന്തിക്കണം. പിന്നെ BC 958 മുതൽ BC 923 വരെയാണ് ആര്? നബിയുല്ലാഹി സുലൈമാൻ. ഈ 75 കൊല്ലമാണ് ഇസ്രായേലികളുടെ സുവർണകാലം. മനസ്സിലായില്ലേ? അവരുടെ എന്റെ കൂടെ വരണം, അള്ളാഹു തൗഫീക്ക് തരട്ടെ. അവരുടെ നബി, ഇസ്രായേലി സമൂഹത്തിന് അള്ളാഹു നൽകിയ നബിയാണ് നബിയുല്ലാഹി മൂസ, സയ്യിദ്ന മൂസ അലൈഹിസ്സലാം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലും അവർ നല്ലത് പറഞ്ഞില്ല. തോറയില് തെൽമൂദാണ് ഇപ്പോൾ അവരുടെ വേദഗ്രന്ഥം. എൻ്റെ കൂടെ വരണം കേട്ടാ, എൻ്റെ കൂടെ ഇല്ലേ? ഈ തെൽമൂദ് BC 200 2-ാം നൂറ്റാണ്ടില് ഹർദിയാലിന്റെ കാലത്ത് അവരെ ജെറൂസലേമിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അവർ എഴുതി ഉണ്ടാക്കിയതാണ് എന്ത്? തെൽമൂദ്. എൻ്റെ കൂടെ വരണം. BC AD 7-ാം നൂറ്റാണ്ടിലാണ് മുത്തനബി വരുന്നത്. AD 2-ാം നൂറ്റാണ്ടിൽ ഒരു തോറ വലിച്ചെറിഞ്ഞിട്ട് പുതിയ ഒരു ഗ്രന്ഥം എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട് ഇസ്രായേലികൾ. അതാണ് തെൽമൂദ്. ഇപ്പോൾ അവർ നെഞ്ചിൽ കൊണ്ട് നടക്കുന്നത് തെൽമൂദാണ്. എൻ്റെ കൂടെ വരി, സ്പീഡ് പോവാനാണ്. മനസ്സിലായില്ലേ? AD 2-ാം നൂറ്റാണ്ടില് 5 ലക്ഷം ജൂതന്മാരെ ലോകത്ത് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ ചില ബഹളം കാരണം. അങ്ങനെയുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ അവർ പേർഷ്യയിലേക്കും പിന്നെ ബാബിലോണിയയിലും ഒക്കെ ഒളിച്ചോടി. ആ വനവാസ കാലഘട്ടത്തിൽ അവർ പുതിയ ഒരു വേദഗ്രന്ഥം എഴുതി ഉണ്ടാക്കി. ആ ഗ്രന്ഥമാണ് എന്ത്? തെൽമൂദ്. തെൽമൂദിൽ അവർ മൂസയെ വ്യഭിചാരിയായിട്ടാണ് ചിത്രീകരിക്കുന്നത്. സയ്യിദ്ന മൂസ അലൈഹിസ്സലാം. തെൽമൂദ് എൻ്റെ കയ്യിലുണ്ട്, പേടിക്കണ്ട, ആരും വന്നാൽ കാണിച്ചു തരാം. തെൽമൂദിൻ്റെ കയ്യിലുണ്ട്. ചിന്തിക്കണം. തെൽമൂദിൽ പറയുന്നത് സയ്യിദ്ന മൂസ, അതായത് ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഇസ്രായേലികൾ 1 അവർ നബിമാരെ മറന്നു, 2 ഓർത്തത് നല്ല നിലക്കല്ല, മോശമായ നിലക്കാണ്. ഏറ്റവും വലിയ നബിയാണ് ആര്? സയ്യിദ്ന മൂസ. 136 തവണ ഖുർആൻ പറഞ്ഞ നബിയാണ് സയ്യിദ്ന മൂസ. ഇസ്രായേലി നബിയാണ് സയ്യിദ്ന മൂസ. ഉറക്കം പറ, സയ്യിദ്ന മൂസ. 136 തവണയാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ മൂസയെ പറഞ്ഞത് അലൈഹിസ്സലാം. ലോകത്തെ ദ്വിതീയനായ സയ്യിദ്ന ഇബ്രാഹിം പോലും അലൈഹിസ്സലാം 69 തവണയേ ഉള്ളൂ. ഖുർആനിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നാമം 69 തവണയേ ഉള്ളൂ. അതേ സമയത്ത് സയ്യിദ്ന മൂസ 136 തവണയാണ് സയ്യിദ്ന മൂസ അലൈഹിസ്സലാം. ആ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വന്തം ഖൗമായ ഇസ്രായേലികൾ എന്ത് ചെയ്തു? അവർ പറയാണ്, തെൽമൂദിന്റെ ഒരു ഭാഗം തെൽമൂദിൽ ഉദ്ധരിക്കുന്നുണ്ട്. എന്ത്? ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടത് മദിയനിലേക്ക് രക്ഷപ്പെട്ട് മൂസയെ മദിയനിലുള്ള യെറുവേൽ എന്ന ധനാഢ്യനാണ് സംരക്ഷിച്ചത്. അയാളുടെ മൂത്ത മകളായിരുന്നു സഫൂറ. ആ പെണ്ണിൽ അനുരക്തനായി ആരെ? മൂസ. അങ്ങനെ ആ പെണ്ണുമായി അവിഹിത ബന്ധം പുലർത്തി ഗർഭിണിയായി. അവസാനം യെറുവേലിനെ ഈ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി ആരെ പറ്റിയാ പറയുന്നത്? സയ്യിദ്ന മൂസ അലൈഹിസ്സലാം. അവരാദ്യത്തെ പ്രവാചകനാണ് മൂസ. സയ്യിദ്ന മൂസ, എൻ്റെ കൂടെ വരി, അല്ലാഹു തൗഫീഖ് തരട്ടെ. സയ്യിദ്ന മൂസ അലൈഹിസ്സലാം. ചിന്തിക്കണം. ഒന്ന്, പിന്നെ അവർക്കൊരു നിലപാടുണ്ടാക്കി കൊടുത്ത നബിയാണ് ദാവൂദും സുലൈമാനും. സുലൈമാൻ നബി മരിച്ചതോടുകൂടെ ബരി പറഞ്ഞു, കൂടോത്രക്കാരനായിരുന്നു. ഇസ്രായേലി നബിയാണ് ആര്? ആര്? സുലൈമാൻ. എന്നിട്ട് ഖുർആൻ പറഞ്ഞു വമാ കഫറ സുലൈമാൻ എന്ന് ഇസ്രായേലികളെ മുന്നിൽ ഖുർആൻ പറയേണ്ടി വന്നത് എന്തുകൊണ്ട്? ഇസ്രായേലികളെ വീക്ഷണ പ്രകാരം സുലൈമാൻ കാഫിറാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. വമാ കഫറ സുലൈമാൻ എന്ന് പറയേണ്ടത് എന്തു വന്നുകൊണ്ട്? സുലൈമാനെ പറ്റി അലൈഹിസ്സലാം ഇല്ലാത്ത വാക്കുകൾ ആര് പറഞ്ഞു കൊടുത്തു? പിശാചുക്കൾ.
മാ തത്ലു ശയാത്വീനു അലാ മുൽക്കി സുലൈമാൻ വമാ കഫറ സുലൈമാൻ. ഞാൻ ഓടാണ് അവിടുന്ന്, ഞാൻ ഓടുകയാണ്. നിങ്ങൾ വളരെ ചിന്തിക്കണം. നിങ്ങൾ വളരെ ഉണർന്നിരുന്നാലേ നിങ്ങൾക്ക് ഈ വിഷയം എളുപ്പം മനസ്സിലാവും. തലേ കയറിയാൽ ഭയങ്കര ഒരു കയറ്റാണ്. അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തല തൗഫീക്ക് തരട്ടെ. വളരെ കയറണം കേട്ടാ. ഈ ഭക്ഷണം കഴിച്ചിട്ടുള്ള ക്ലാസ്സേ പ്രശ്നമാണ്. കാരണം അങ്ങനെ ഉറങ്ങും. പിന്നെ ഈ 2-3 ആളുകൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് എനിക്കൊരു സന്തോഷം. ആർക്കെങ്കിലും ഉപകരിക്കുമല്ലോ. ഇവിടെ 2-3 സാധനങ്ങളുണ്ടല്ലോ. ഇവര് അലിമഹു മൻ അലിമഹു വജഹിലഹു മൻ ജഹിലഹു. ഇവിടെ ചിന്തിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഇസ്രായേലികൾ 2 വിഭാഗം. ഒന്നവർ നബിമാരെ തീരെ ഓർത്തില്ല. 2 ഓർത്തത് വളരെ മോശപ്പെട്ടത്. അതുകൊണ്ടാണ് വളരെ നമ്മൾ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലദീന അൻഅംത അലൈഹിം എന്ന വിഭാഗം എന്നാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ആരാണ്? ദാക്കിറു മുഹമ്മദാണ്. അതന്നെ ബിൽ മദ്ഹ് വസ്സനാ ലിഅന്നഹു മുഹമ്മദ്. എന്തുകൊണ്ടാണ് ഈ നബിക്ക് അല്ലാഹു മുഹമ്മദ് എന്ന് പേര് കൊടുത്തത്? യഹ്മദുഹു ജമീഉ മൻ ദഖല മിൻ ഉമ്മത്തിഹി വമിൻ ഗൈരി ഉമ്മത്തിഹി ഹത്താ ഹുവ മദ്കൂറുൻ ഇലാ യൗമിൽ ഖിയാമ ഫസ്വാറ മുഹമ്മദൻ. അന്ത്യനാൾ വരെ ഈ മനുഷ്യൻ പറയപ്പെടും. ഇസ്രായേലികൾ അവരുടെ നബിമാരെ പറഞ്ഞില്ല. മുഹമ്മദ് എന്ന അർത്ഥം എന്താ? പറയപ്പെടുന്ന, പ്രശംസിക്കപ്പെടുന്ന ആളെന്നല്ലേ? അപ്പോൾ മദ്കൂറാണല്ലോ. എന്തുകൊണ്ട്? ബിൽ മദ്ഹി മദ്കൂറാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. മുഹമ്മദിയത്ത് എന്ന് പറഞ്ഞാൽ, മുഹമ്മദിയത്ത് എന്ന് പറഞ്ഞാൽ അത് അൽ മദ്കൂറു ബിൽ മദ്ഹി ഇലാ യൗമിൽ ഖിയാമ ഫഹു മുഹമ്മദ്. യൗമൻ വ യൗമൻ യൗമൻ വ ലൈല ഹീനം ബഅദ ഹീനിൻ വ ആനം ബഅദ ആനിൻ. മനസ്സിലായില്ല? മുഹമ്മദ് പറഞ്ഞ ആരാ? മൂസ. മൂസ മൂസേ മൂസ ആയി. ഇബ്രാനിയത്തിൽ മൂസ എന്ന് പറഞ്ഞാൽ മൂ മാ സേ കണ്ടെടുക്കപ്പെട്ടു. വെള്ളത്തിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട ആൾ എന്നാണ് എന്തിൻ്റെ അർത്ഥം? മൂസ. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, മനസ്സിലായില്ല? മൂസ മൂസ മൂ മാ മൂ. ഇബ്രാനിയത്തിൽ മൂ, ഇവിടെ മാ സേ എടുക്കുക. മൂ സേ. മനസ്സിലായില്ല? മനസ്സിലായോ പറഞ്ഞത്? ആരോ കൊണ്ടുപോയി 3 മാസം പാത്തിച്ചു. പിന്നെ യാറ ഹബീബി കൊണ്ടുപോയിട്ട് എന്ത് ചെയ്ത്? പുഴയിലിട്ട്. പിന്നെ അവിടുന്ന് കണ്ടെടുക്കപ്പെട്ടു. അപ്പോൾ എന്ത് ചെയ്തു? സംഭവങ്ങൾ കൊണ്ട് പേര് വെക്കുക എന്ന ഒരു സ്വഭാവം അവരുടെ ഇടയിലുണ്ടായിരുന്നു. ബിന്യാമീൻ പോലെ. ബിന്യാമീൻ മരിച്ചപ്പോൾ, ബിന്യാമീൻ ജനിച്ചപ്പോൾ ബിന്യാമീൻ്റെ ഉമ്മ റാഹേൽ മരിച്ചു. ബിന്യാമീൻ ജനിച്ച അന്ന് പ്രസവത്തിൽ തന്നെ ബിന്യാമീൻ്റെ ഉമ്മ മരിച്ചപ്പോൾ ബിന്യാമീൻ എന്ന് പേരിച്ചു. ബിൻ യമീൻ, ബിൻ യമീൻ, ബിന്യാമീൻ. ബിന്യാമീൻ പ്രസവത്തിൽ മരിച്ച പെണ്ണിന്റെ പുത്രൻ, അതാ ബിന്യാമീൻ. മൂസ വെള്ളത്തിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട ആൾ. മുഹമ്മദോ അൽ മദ്കൂറു ബിൽ മദ്ഹി, അൽ മദ്കൂറു ബിൽ ഹംദി വൽ മദ്ഹി ഹീനം ബഅദ ഹീനിൻ വആനം ബഅദ ഹാനിൻ. ഇവിടെ തങ്ങൾ പറഞ്ഞല്ലോ. ഇപ്പൊ മുഹമ്മദ് മുസ്തഫാനെ പറഞ്ഞു. അത് പറയും. എന്തുകൊണ്ട്? ഇതാരാണ്? മുഹമ്മദാണ്. ഈ മനുഷ്യനെ പറ്റി മദ്ഹ് കൊണ്ട് പറയാത്ത ഒരു സെക്കൻഡ് ഭൂമിയിൽ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ലിഅന്നഹു മുഹമ്മദ്. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ പിന്നെ സ്വന്തം പ്രവാചകരോട് നീതി പുലർത്തിയ ജനതയാണ് ആര്? അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉറക്കെ പറ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. 1 2 വളരെ ചിന്തിക്കുക. ഇനി നിങ്ങൾക്ക് ഞാൻ ചിന്തിക്കാൻ പറ്റിയതാണ്. ബാക്കിയൊക്കെ നിങ്ങൾ ചിന്തിക്കുക. വളരെ ചിന്തിക്കണം, ചിന്തിക്കണം.
അപ്പോൾ പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായം എന്നാൽ ആരാ? ഖിയാമത്ത് നാൾ വരെ അവരെ കൽബിൽ നിന്ന് ആര് പോവുകയില്ല? പുണ്യ റസൂൽ പോവുകയില്ല. കൽബിൽ ഉണ്ടാകണമെങ്കിൽ കൽബിന് രണ്ട് വകുപ്പേ ഉള്ളൂ. കൽബിന് രണ്ട് വകുപ്പേ ഉള്ളൂ. ഒന്ന് പറ, ചെവിയിൽ കണ്ണിൽ നിന്ന് കിട്ടണം, അല്ലെങ്കിൽ ചെവിയിൽ നിന്ന് കിട്ടണം. കണ്ണിൽ നിന്ന് കിട്ടിയാൽ കൽബ് നിറക്കും. ചെവിയിൽ നിന്ന് കിട്ടിയാൽ പറ 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 കണ്ണിൽ നിന്ന് കിട്ടിയാൽ കൽബ് നിറക്കും, ചെവിയിൽ നിന്ന് കിട്ടിയാലും കൽബ് നിറക്കും. പക്ഷേ കണ്ണിൽ നിന്ന് കിട്ടണമെങ്കിൽ മഹ്ബൂബിന്റെയും മുഹിബിന്റെയും കാലവും ഒന്നാകണം. അപ്പോൾ പിന്നെ കൽബിൽ മനസ്സിലായില്ല, കണ്ണിൽ നിന്ന് മഹബൂബിനെ സ്വീകരിക്കണമെങ്കിൽ മുഹിബിന്റെയും മഹബൂബിന്റെയും കാലം ഒന്നാകണം. സ്ഥലം ഒന്നായിട്ടില്ലെങ്കിലും കാലം ഒന്നായാൽ അങ്ങോട്ട് പോയാൽ മതി. കാലം രണ്ടാകുമ്പോൾ കണ്ണിലൂടെ കൽബിന് കിട്ടൂല. കൽബിന് കിട്ടിയാലേ നാവിന് തോന്നും. കൽബിന് കിട്ടിയാലേ നാവിന് തോന്നും. ഇതാ റൂട്ട്. റൂട്ട് അതിൽ 1.25 ലക്ഷം ആളുകൾക്ക് കണ്ണിലൂടെ കിട്ടിയുള്ളൂ. ഇത് കോടാന ഉമ്മത്ത് മുഹമ്മദ്. അവർക്ക് മുത്തുനബിയെ ഇങ്ങനെ കിട്ടൂല. എങ്ങനെ കിട്ടൂ? ഇങ്ങനെ കിട്ടൂ. ഇങ്ങനെ കിട്ടണമെങ്കിൽ അങ്ങനെ പറയണം. ഒരാൾ പറയാതെ ഒരാൾക്ക് കിട്ടൂല. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. അപ്പോൾ മുഹമ്മദിയത്തുണ്ടാകണമെങ്കിൽ മൗലൂദ് നടക്കണം. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. കൂടുതൽ വർത്തനം പറയണ്ട. വഹാബി കുട്ടികളെ നിങ്ങളെ നേതാക്കന്മാർ ചതിച്ചടാ. പിന്നെ നിങ്ങൾക്ക് ഒരു കുന്തം അറിയൂല. നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ അറിയൂല. നിങ്ങളെ നേതാക്കന്മാർ കുട്ടികളെ നിങ്ങളെ ചതിച്ചു. ഞങ്ങൾ മനസ്സിലാക്കിയ ഖുർആനും നിങ്ങൾ മനസ്സിലാക്കിയ ഖുർആനും രണ്ടാണ്. ഈ സംശയം വേണ്ട. ഇവിടെ ബഹുമാനപ്പെട്ട എൻ്റെ സഹോദരൻ നാസർ ഫൈസി പറഞ്ഞു, ഫാത്തിഹയിൽ നിന്ന് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞിട്ടില്ല. അതിൽ ഒരു ഇൻട്രഡക്ഷൻ മാത്രമേ പറഞ്ഞ്. അത് ചുരുങ്ങിയത് ഒരു 10-20 ക്ലാസ് ഉണ്ടാവും. അതിലൊറ്റ ക്ലാസ്സേ കണ്ടു. അതിനി വരാൻ കിടക്കുകയാണ്. ഇപ്പോഴും അസ്മായിലെ ഇത്തിഫാഖ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതും പൂർത്തിയായിട്ടില്ല. അസ്മായിനെയും ബാക്കി കിടക്കുക. ബിസ്മി തുടങ്ങിയിട്ടില്ല. എന്തിൽ? ഫാത്തിഹ മുഴുവനും മദ്ഹ് റസൂലില്ല. മൊത്തം മദ്ഹ് റസൂലില്ല. നമ്മൾ ചിന്തിക്കണം. മനസ്സിലായില്ലേ പറഞ്ഞത്? ദിക്ർ കൽപ്പിച്ചു. യാ ബനി ഇസ്രായീല ഉസ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും. അതവർ ചെയ്തില്ല മഗ്ലൂബി അലൈഹിമായി, അവരത് ചെയ്തില്ല ളല്ലിനായി. നമ്മളത് ചെയ്യും. അതുകൊണ്ട് നമ്മൾ അല്ലദീന അൻഅംത അലൈഹിമായി, അവരെ വഴി വേറെ, നമ്മളെ വഴി വേറെ. അവരെ വഴി നമ്മൾ പോകൂല. എന്തുകൊണ്ട്? അവർ നന്ദി കെട്ടവരാണ്, നമ്മൾ നന്ദിയുള്ളവരാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. പോയിന്റ് നമ്പർ 2. ഇനി ഒന്നുകൂടി ഇങ്ങോട്ട് വരി. അപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനയിൽ നബിയെ സ്വീകരിക്കണമെങ്കിൽ ഇതാ. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഈ സമഉം ബസറും നോക്കിയാൽ കുറഞ്ഞ ആളുകൾക്ക് എന്തിലൂടെ കിട്ടൂ? ബസറിലൂടെ കിട്ടും. അതുകൊണ്ടാണ് ഖുർആൻ സമഉം ബസറും പറയുന്നിടത്ത് മുഴുവനും സമഇനെ മുന്തിക്കും. ഫജഅൽനാഹു ബസീറൻ സമീഅൻ ആയത്തില്ല. ഫജഅൽനാഹു സമീഅൻ ബസീറാ. സത്യത്തിൽ ലദ്ദത്ത് കൂടുക ബസറിലൂടെ കിട്ടുമ്പോഴാ. പക്ഷെ അത് കുറഞ്ഞ ആൾക്ക് കിട്ടും. കാലം ഒന്നാകണം, സ്ഥലം ഒന്നാകണം. സ്ഥലം ഒന്നാക്കാൻ നോക്കാം തൗഫീഖ് ഉണ്ടെങ്കിൽ. എന്നാൽ ചിലപ്പോൾ തൗഫീഖ് കിട്ടൂല. അങ്ങനെയുണ്ട്. കാലം ഒന്നാണ്, സ്ഥലം 2ആയി. ഉവൈസിന് കിട്ടിയില്ല. അങ്ങനെ തന്നെയല്ലേ? കൽബ് അങ്ങോട്ട് കേട്ടി. നേരം വെളുത്താൽ കറനങ്ങാടിയിൽ നിന്ന് വരും.
മദീനയിൽ നിന്ന് വന്നവരുണ്ടോ? മദീനയിൽ നിന്ന് വന്നവരുണ്ടോ? മദീനയിൽ നിന്ന് വന്നവരുണ്ടോ? മദീനയിൽ നിന്ന് വന്നവരുണ്ടോ എന്നിങ്ങനെ കറനങ്ങാടിയിൽ ഇറങ്ങി ചോദിക്കും. അത് ഒരാൾ പറയുകയാണ്, അഹ്ലൻ വസഹ്ല, ഞാൻ മദീനയിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞു. ആ കണ്ണിന്റെ ഇടയിൽ ചുംബിക്കുമായിരുന്നു സയ്യിദ്നാ ഉവൈസ്. ഈ ഉവൈസാണ് സുഹദിലെ ഏറ്റവും വലിയ നേതാവെന്ന് ലോകം കണ്ട രണ്ടാം ശാഫിഈയായ മഹാനായ യഹ്യ ഇബ്നു ശറഫ് അൻ-നവവി. മനസ്സിലായോ പറഞ്ഞത്? കണ്ടു ചെവി കേട്ടു, അതെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ കണ്ണിന് അഭാഗ്യം ഉണ്ടായില്ല. അപ്പോ ഈ ചുണ്ടുകൊണ്ട് എന്ത് ചെയ്യും? ആ കണ്ണിനെ ചുംബിക്കും. ആര് പറ, ഉറക്കെ പറ. ഇവിടെ ഒരു കണ്ണുണ്ട്, ഇവിടെ ഇതിലൂടെ ഒരു കണ്ണിട്ട് വരും, ഇതിലൂടെ അത് കേട്ടപ്പോഴൊരു കണ്ണുണ്ടാവും. എന്താണ് കുട്ടി മൗലിദ് ചെയ്തത്? ഹൃദയത്തിന്റെ കണ്ണിൽ മുത്തുനബിയെ നിറക്കുക. നബിയുടെ കൈയും കാലും കണ്ണും മൂക്കും അവയവങ്ങളും നടത്തങ്ങൾ പോലും ഹറക്കാത്ത് സക്കനാത്ത് എല്ലാം ചെവിയിലൂടെ കൽബിലെ കണ്ണ് നിറച്ചു. നമുക്ക് തൗഫീഖ് തരട്ടെ. എൻ്റെ കൂടെ ഇല്ലേ? നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലേ? നിങ്ങൾ പറയും, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലേ? നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലേ? ശരി, ഇനി രണ്ടാമത്തൊരു കാര്യം, അല്ലാഹു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ പേര് റഹ്മത്ത് എന്നാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകണം കേട്ടോ. പോയിന്റ് നമ്പർ 2, രണ്ടാമത്തെ പാരഗ്രാഫാണ് ഇപ്പോൾ പറയാൻ പോണത്. ഒന്നാമത്തെ പാരഗ്രാഫിൽ മദ്ഹസന അല്ലാത്ത പരിഹാരമില്ല. ഇനി രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് പറയാ. മുസ്തഫ നബിക്ക് അല്ലാഹു നൽകിയ പേരെന്താ? റഹ്മത്ത. ഈ റഹ്മത്തിൽ ചെയ്യുക എന്നത് മാത്രമാണ് എന്നത് ഖാലിഖിന്റെ പണിയും, അനുഭവിച്ചത് പറയുക എന്നത് സൃഷ്ടിയുടെ പണിയാണ്. അല്ലാതെ റഹ്മത്തിൽ സൃഷ്ടിക്ക് വേറൊന്നുമില്ല, റഹ്മത്തിൽ സൃഷ്ടിക്ക് ചെയ്യാനില്ല. പഠിച്ചോനെ, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലല്ലോ പഠിച്ചോനെ, മനസ്സിലായില്ല. റഹ്മത്ത് എന്ന സാധനത്തിൽ റഹ്മത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും പ്രധാനമാക്കിയ അബ്ദിനുമായുള്ള അള്ളാന്റെ ഏറ്റവും വലിയ ബന്ധമാണ് എന്ത്? റഹ്മത്ത്. റഹ്മത്തി വസിഅത് കുല്ല ഷൈ. നല്ലോണം ചിന്തിക്കണം. റഹ്മത്തില് അബ്ദിനൊന്നും ചെയ്യാനില്ല, റഹ്മത്ത് അല്ലാഹു ചെയ്യുന്നു. അബ്ദോ പറ, അബ്ദ് അനുഭവിക്കാം. പിന്നെ അനുഭവിച്ചതിനെ പറ, എടുത്തു പറയാം. അതുകൊണ്ട് റഹ്മത്തിനൊരു പ്രശ്നമുണ്ട്. റഹ്മത്ത് അബ്ദിനെത്തുമ്പോൾ തക്റാറുണ്ടാവും. അതുകൊണ്ടാണ് ഫാത്തിഹയിൽ റഹ്മത്തിനെ തക്റാർ ചെയ്തത്. അള്ളാഹ് 2 വട്ടം, റഹ്മത്ത് 4 വട്ടം. റഹ്മത്ത് ആരാ? മുഹമ്മദ് മുസ്തഫ. അപ്പോഴും ദിക്ർ വേണ്ടി വരും. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, വളരെ ചിന്തിക്കണം. മനസ്സിലായില്ല? റഹ്മത്ത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. അല്ലാഹു നിങ്ങൾക്ക് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, റഹ്മത്തായി തന്നു മുഹമ്മദ് മുസ്തഫ. അല്ലാഹു റഹ്മത്താക്കി ആരെ? പുണ്യ മുഹമ്മദ് മുസ്തഫയെ. റഹ്മത്താവുക, റഹ്മത്ത് ആര് നൽകി? പറയാ, ആര് നൽകി? അല്ലാഹു നൽകി. ഇനി അടിമക്ക് 2 കാര്യം റഹ്മത്തിലുള്ളൂ. ഒന്ന്, റഹ്മത്ത് കിട്ടിയാൽ അടിമാത് അനുഭവിക്കാം. പിന്നെ ആ അനുഭവം കൊണ്ട് വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, ഇവറോപ്പില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്തു. അതുകൊണ്ട് റഹ്മത്ത് അബ്ദിലെത്തിയാൽ ആവർത്തിക്കണം. എന്തുകൊണ്ട്? അത് ശുക്റാണ്. കാരണം റഹ്മത്ത് അവൻ്റേതല്ല, ആരുടേതാണ്? ഒന്ന് ഫൈരി മനുഷ്യന്മാരെ, റഹ്മത്ത് ആരുടേതാണ്? അല്ലാഹു. പിന്നെ റഹ്മത്തിന്റെ ശുക്റാണ് എന്ത്? റഹ്മത്ത് ഇങ്ങനെ ചെയ്തു. ആര് ചെയ്തു? അല്ലാഹു ചെയ്തു. വീണ്ടും 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 വീണ്ടും. അല്ലാഹു ഒരു തവണ റഹ്മത്ത് ചെയ്താൽ അടിമ റഹ്മത്ത് പിന്നെ പറയും.
അപ്പൊ അടിമയിലെത്തിയാൽ റഹ്മത്തിന്റെ തെക്കിറാറ. അതുകൊണ്ട് റഹ്മത്ത് എന്ന പദം ഫാത്തിഹയിൽ ഏറ്റവും അധികരിച്ചു വന്ന പദമായത്. ഫാത്തിഹയിൽ അല്ലാഹു എന്ന പദം പോലും 2 തവണ, റഹ്മത്ത് 4 തവണ. അൽഹംദുലില്ലാ മുതലാണ് ഞാൻ ചെല്ലുന്നത്, ഞാൻ ഹനഫിയാണ്, ആയിക്കോട്ടെ, അല്ലാഹു 1 തവണ, റഹ്മത്ത് 2 തവണ. അതിന്റെ കൂടെ അല്ല. ഒരാൾ പറയാണ് ഞാൻ ഹനഫിയാണ്, ആയിക്കോട്ടെ, ഞാൻ ഹനഫി ആയിക്കോ, ഒരു കുഴപ്പമില്ല. അതൊക്കെ നമ്മളെ ബലന്റെ ഉള്ളിൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ഒന്നാ. മെമ്പർഷിപ്പ് എടുക്കാതെ പുറത്തു കൂടെ നടന്നുകൊണ്ട് കാര്യമല്ല. പുറത്ത് മാഷ എല്ലി കൊടുക്കുന്നത് പുറത്തുനിന്ന് കേട്ടെഴുതുന്നവരൊക്കെ ഉണ്ടാവും, പക്ഷെ പരീക്ഷയ്ക്ക് ഇടാൻ പറ്റൂല. എന്തുകൊണ്ട് നമ്മൾ പഠിക്കൊന്നും വേണ്ട. മെമ്പർഷിപ്പ് ഉള്ളിൽ ലെഡ്ജറിൽ പേരുണ്ടോ, ഉറക്കം തോന്നിയോനും തൂങ്ങിയോനും എവിടെ കയറാം, പരീക്ഷ ഹാളിൽ കയറാം. മറ്റൊന്ന് നല്ല ബ്രില്യൻ്റായി പഠിച്ചിട്ടുണ്ട്, പക്ഷെ എന്തില്ല, മെമ്പർഷിപ്പില്ല, കാര്യമല്ല, പുറത്ത് പറയണ്ട, സർട്ടിഫിക്കറ്റ് കിട്ടൂല, ജോലിക്ക് അപേക്ഷിക്കാൻ പറ്റൂല, പിരാന്ത് എന്ന് പറയാം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ മെമ്പർമാരാക്കി നിലനിർത്തട്ടെ. നല്ലോണം ചിന്തിക്കണം. റഹ്മത്ത് അള്ളാഹു ചെയ്യുക, അടിമയോ അനുഭവിക്കാം. പിന്നെ റഹ്മത്തിന്റെ ശുക്റാണ് റഹ്മത്തിനെ എടുത്തു പറയുക. വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ് അയ്യു നിഅമത്തിൻ അഅ്ളമു മിൻ മുഹമ്മദ്. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വത്തഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി വൽ ഹബീബുല്ലദി തുർജാ ശഫാഅതുഹു لكل حول من الأهوال مقتحم مولاي صل وسلم അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെ ഞാൻ നിങ്ങളെ ഒരിക്കലും മറ്റു സമുദായക്കാരെ മറ്റു നബിമാരെ പോലെ ആക്കൂലാന്ന് നബിക്ക് അള്ളാഹു വഅദ് കൊടുത്തിട്ടുണ്ട്. ഒന്നിൻ്റെ കൂടെ വരണം കേട്ടോ. നബിക്ക് അള്ളാഹു തആല ഒരു വഅദ് കൊടുത്തിട്ടുണ്ട്. എന്ത്? മറ്റു നബിമാരെ പോലെ ഞാൻ നിങ്ങളെ ആക്കൂലാന്ന്. എങ്ങനെ? മറ്റു നബിമാർ അവരുടെ സമുദായം ആ നബിമാരെ മറന്നു, എന്നാൽ വറഫഅന നിങ്ങളുടെ ഉമ്മത്ത് ഖിയാമത്ത് നാൾ വരെ നിങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കും, പ്രശംസിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ യഥാർത്ഥം അള്ളാഹുവിൻ്റെ വഅദ് നടപ്പിലാക്കലാണ് ആരുടെ പണി? സുന്നിയുടെ പണി. അള്ളാഹു തൗഫീഖ് തരട്ടെ. മനസ്സിലായില്ല? വറഫഅന ലക ദിക്റക. ഇതാർക്കില്ല? ഒരു നബിക്കും ഇല്ല. ഒരു നബിക്കും അള്ളാഹു നൽകിയില്ല. വറഫഅന ലക ദിക്റക അങ്ങയുടെ ദിക്റിനെ നമ്മൾ ഉയർത്തുമെന്നാ പറഞ്ഞത്. അപ്പോൾ ദിക്റിന് പ്രത്യേകതയുണ്ട്. ദിക്ർ ഉയരുകയാണെങ്കിൽ ദാക്കിറും ഉയരും. ആകാശത്തും മേലും ഭൂമിക്ക് താഴെയും അവരെ കോടി നീളം അത്തിരെ ഉള്ളവർ. ദിക്ർ ഉയർന്നാൽ ദാക്കിർ ഉയരും. തെളിവ് പറഞ്ഞുതരാ. അബൂദറിനെ കണ്ടപ്പോൾ മുസ്തഫ നബിയോട് മഹാനായ ജിബ്രീൽ പറഞ്ഞു, അല്ല അബൂദറല്ലേ വന്നത്. അപ്പോൾ മുത്തുനബി ചോദിച്ചു, അവതഅരിഫുഹു യാ ജിബ്രീൽ, നിങ്ങൾ അബൂദറിനെ അറിയുമോ? അപ്പോൾ ജിബ്രീൽ പറയാ, ഹുവ അശ്ഹറു ഇൻദനാ മിൻഹു മിൻകും. കോയിൽ മസല ഹുവ അശ്ഹറു ഇൻദനാ മിൻഹു മിൻകും. നിങ്ങളുടെ നാട്ടിനേക്കാൾ ഞങ്ങളുടെ നാട്ടിൽ അദ്ദേഹം മഷ്ഹൂറാണ്. എന്ത്? ലിഅന്നഹു ദാക്കിർ, സദാസമയവും ദാക്കിറാണ് അദ്ദേഹം. ദാക്കിറാണ്. ബികസറത്തി ഖിറാഅതിഹി ഖുൽ ഹുവല്ലാഹു അഹദ്, എപ്പോഴും ദാക്കിറാണ്. ആര്? അബൂദർ. ദിക്ർ മർഫൂ ആയാൽ ദാക്കിറും മർഫൂ ആവും. വറഫഅന ലക ദിക്റക, മുഹിബ്ബ് മർഫൂ ആയിരിക്കും. എന്തുകൊണ്ട്? ഹുബ്ബ് മർഫൂ ആണ്, ദിക്ർ മർഫൂ ആണ്. അപ്പോൾ ദാക്കിറും പറ മർഫൂ ആണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. മനസ്സ് തുറക്കുക. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ചിന്തിക്ക്. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. മനസ്സ് തുറക്കുക. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. മനസ്സ് തുറക്കുക. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ചിന്തിക്ക്. ശരി,
ഇനി നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞതെന്നറിയോ? നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ, നിഅമത്ത് ഓർത്തുകൂടായിരുന്നോ എന്ന് നമ്മളോട് പറഞ്ഞില്ല. എന്നാലും നമ്മളെ കൂട്ടത്തിൽ അന്തംഗമ്മികൾ ഉണ്ടാകാം. അതുകൊണ്ട് അല്ലാഹു തആല തംബീഹാക്കി. സത്യത്തിൽ മുൻഇമ് നിഅമത്തിനെ പറയേണ്ടതില്ല. എന്തുകൊണ്ട്? നിഅമത്തിനെ കണ്ടെത്തേണ്ടത് മുൻഅമ് അലൈഹിയുടെ ബാധ്യതയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, മനസ്സിലായില്ല? ഞങ്ങൾക്കൊരു 10,000 റുപ്യ തന്നു എന്ന് സങ്കല്പിക്കുക. ഞാൻ നാസർ ഫൈസിക്ക് ഒരു അത്യാവശ്യത്തിന് 10,000 റുപ്യ കൊടുത്തു എന്ന് സങ്കല്പിക്കുക. എൻ്റെ ഒരു ആവശ്യം മൂപ്പർക്ക് ഉണ്ടാവില്ല, പിന്നെ ഇങ്ങോട്ട് ആവശ്യം ഉണ്ടാവില്ല. ഞാൻ നാസർ ഫൈസിക്ക് ഒരു 10,000 റുപ്യ കൊടുത്തു എന്ന് സങ്കല്പിക്കാം, മനസ്സിലായി? അങ്ങനെയായാൽ മൂപ്പര ബാധ്യതയാണ് എന്ത്? കാസിമി, ഞാൻ മറന്നിട്ടില്ല കേട്ടോ, നിങ്ങളെ നമ്മളെ കുടുങ്ങിയോടുത്ത് സഹായിച്ചിട്ടുണ്ട്. ഇത് പറയേണ്ടത് സത്യത്തിൽ ആരെ ബാധ്യത? ഇയാളെ ബാധ്യത. എന്നാൽ ചിലപ്പോ നാസർ ഫൈസി അത് പറയാം. ചിലപ്പോ ചില ആളുകൾക്ക് അവരെന്ത് ചെയ്യൂല, നിഅമത്ത് ചെയ്തത് അവര് മറക്കും. അപ്പോൾ പിന്നെ മുൻഇമ അത് ഓർമ്മപ്പെടുത്തൽ 2ാം നമ്പർ പണിയാ. പക്ഷേ ഈ നിഅമത്ത് മറന്നാൽ അവരെ അസ്ലിമാമന് പൊളിയും. അതുകൊണ്ടാണ് ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ എന്ന് പറഞ്ഞത്. ഇത് അല്ലാഹ് ചെയ്യേണ്ട പണിയല്ല, നമ്മൾ ഒറ്റക്ക് മനസ്സിലാക്കേണ്ടതാ. പിന്നെ നമ്മളെ കൂട്ടത്തിൽ ഇന്നഹു കാന വലൂമൻ ജഹൂലൻ എന്ന അന്തംഗമ്മിയാളല്ലേ. നിങ്ങളിൻ്റെ കൂടെ അല്ല, നിങ്ങളിൻ്റെ കൂടെ ഉണ്ടോ? ഞാനത് ചെയ്തില്ലേന്ന് അല്ലാഹ് പറയേണ്ടതില്ല. അത് മനസ്സിലായില്ല. സത്യത്തിൽ അള്ളാഹുവിന്റെ പൊതുരീതി എന്ന് പറഞ്ഞാൽ നാവൂർ അനീഫ പറഞ്ഞ രീതിയാണ്. എന്ത്? ഇവനിടം കൈകേന്തുങ്കൾ അവനില്ല എന്ന് ചൊല്ലുവതില്ലേ, പെരുമയോടെ കേട്ടുപാറുങ്കൾ അവൻ പൊക്കിഷത്തെ മൂടുവതില്ലേ. അള്ളാന്റെ കയ്യിൽ നിന്ന് ചോദിച്ചു വാങ്ങിക്കോ, ഈ വാങ്ങിയത് അള്ളാഹ് ആരോടും പറയില്ല. നിങ്ങളിന്റെ കൂടെ ഇല്ല, നമ്മൾ വാങ്ങിയ പലരോടും പറയും, അല്ലാഹ് ആരോടും പറയില്ല. ഇറിവനിടം കൈയേന്തുങ്കൾ അവനില്ല എന്ന് ചൊല്ലുവതില്ലേ, പെരുമയോടെ കേട്ടുപാറുങ്കൾ അവൻ പൊക്കിഷത്തെ മൂടുവതില്ലേ. അപ്പോൾ അള്ളാന്റെ പൊതു രീതിക്കെതിരാണ് ലഖദ് മന്നല്ലാഹു പറഞ്ഞത്. പക്ഷേ അന്തം വിട്ട ചില മുബ്തദിയങ്ങളൊക്കെ ഈ നാട്ടിൽ പറ ഉണ്ടാവുന്ന ഖാലിക്കായ റബ്ബിനെ അറിയാലോ. ഏതെങ്കിലും അവരെ മെമ്പർഷിപ്പ് എടുത്തിട്ടും അവരെ കൂട്ടത്തിൽ വല്ലാതെ ബുദ്ധി പണയാൻ വെക്കാത്ത ഒരു സുന്നി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇറക്കിയ ആയത്താണ് എന്ത്? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം. അന്തം വിട്ടോരെ, ഇത് ഞാൻ പറയേണ്ടതല്ല. എന്നാലും പോന്തായിയാളെ, ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മുതലിനെ തന്നില്ലേ. അതതിനെ വേന നിങ്ങളിൻ്റെ കൂടെ ഉണ്ടാ, നിങ്ങളിൻ്റെ കൂടെ ഉണ്ടാ പറഞ്ഞ മനസ്സിലായോ? തന്നെ അത് തന്നെയാണ്. ഇത് വളരെ താല കൂട്ടത്ത് ചിന്തിക്കണം. എന്തായി പറയുന്നത്? അല്ലാഹു തൗഫീഖ് തരട്ടെ, ഉറക്കപ്പറ അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് തന്നെയാണ് പറഞ്ഞത്, അതാണ് പറഞ്ഞത്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നിങ്ങൾ കേട്ടോളി, നിങ്ങൾ കേട്ടോളൂ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. എൻ്റെ കാറിൽ ഒരു മഞ്ഞ കിതാബുണ്ട്, തഫ്സീറുൽ ബഹറുൽ മദീദ്. ഡ്രൈവറോടൊന്ന് ചോദിച്ചു നോക്കുക, അവിടെ ഉണ്ടാവും തഫ്സീറുൽ ബഹറുൽ മദീദ്. ഒന്ന് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി പറയും. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ്. എന്റെ കൂടെ അങ്ങോട്ട് നോക്ക്. സൂറത്തുൽ അഹ്സാബിൽ നിന്നുള്ള ആയത്ത്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ.